എന്റെ സൗകര്യത്തിന് പറയും. ഒരു കാര്യം ബിജെപി ഓഫീസല്ല, ഇത് ബിജെപി ഓഫീസല്ല. ഞാൻ ചർച്ചയ്ക്കാണ് ആളെ വിളിച്ചത്, പ്രസംഗത്തിനല്ല എന്ന് ഞാൻ ബഹുമാന പുരസ്സരങ്ങയുടെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മനസ്സിലായി. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്കറിയണോ? അറിയണോ? ശ്രീ വി പി ശ്രീപത്മനാഭൻ ഒരു ഇത്തിരി മര്യാദയാവാം കേട്ടോ. ഇത് നിർത്താതെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഞാനത് കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നു. മര്യാദ കമ്മിയാന്ന് കൂട്ടിക്കോളൂ. എനിക്ക് മര്യാദ കമ്മിയാണ്. അങ്ങനെ പറയരുത്. ഈ വെറുപ്പും വിദ്വേഷവും സംശയവും വസ്ത്രമടക്കം കണ്ടുകൊണ്ടുള്ള വിശകലനവും സംശയദൃഷ്ടിയും ഉണ്ടാകുന്നിടത്താണ് അങ്ങ് പറഞ്ഞ ഈ സിറ്റുവേഷനും പിന്നീട് അതിന്റെ എസ്കലേഷനും ഉണ്ടാകുന്നത്. പിന്നെ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ ജബൽപൂരിൽ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ച് മർദ്ദനം ഉണ്ടാകുന്നത് നമുക്ക് നേരിട്ട് കാണേണ്ടി വരുന്നില്ല. അതുകൊണ്ട് നീതിയും നിയമവും ഒക്കെ ഏത് വഴിക്ക് ഫംഗ്ഷൻ ചെയ്യുന്നു ഈ കാലത്ത് എന്നുള്ളതും വലിയ പ്രശ്നമാണ്. അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അയ്യോ, നിങ്ങൾക്ക് ഈ രാജ്യത്തെ നീതി നിർവഹണ സംവിധാനത്തിന് വിശ്വാസമില്ലെങ്കിൽ പിന്നെ എനിക്ക് തർക്കിച്ചിട്ട് കാര്യമല്ല. എനിക്കൊന്നേ അറിയാനുള്ളൂ, ഏത് സാഹചര്യത്തിലാണ് മാതൃഭൂമി പത്രം പറയുന്നത് പോലെ ഈ പെൺകുട്ടി എൻ്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞത് ഒന്ന് വിശദീകരിച്ചാൽ മതി. പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്തെ നിയമത്തെ വിശ്വാസമില്ല എന്നു ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് അയ്യോ എന്ന് അത്ഭുതപ്പെടുന്നത് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടി എനിക്ക് മനസ്സിലാകും. നീതി നിർവഹണ സംവിധാനത്തെ വിശ്വാസമില്ല, അതിനെ സംശയത്തോടു കൂടി കാണാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നീതി നിർവഹണം എല്ലാ കാലത്തും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നിയമത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മറ്റൊരു തലമാണ്. അങ്ങ് നിയമത്തെയും നീതി നിർവഹണത്തെയും ഒരുപോലെ കണ്ട് അതിൽ വലിയ അമ്പരപ്പ് കാണിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തവർ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോകുമെന്ന് വിചാരിക്കല്ലേ? എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. പോലീസ് അന്വേഷിച്ചോ അല്ല റെയിൽവേ പോലീസ് അന്വേഷിച്ചോ എന്ന കാര്യം അവിടെ ഇല്ല. പോലീസും റെയിൽവേ പോലീസും ഒക്കെ അന്വേഷിക്കുന്ന സമയത്ത് തന്നെ സമാന്തരമായ ഒരു വലിയ ആൾക്കൂട്ട വിചാരണ അവിടെ നടക്കുന്നുണ്ട്. അല്ലല്ല, മാതൃഭൂമി പറഞ്ഞതിനൊപ്പം അല്ലല്ല പോലീസ് ഇവിടെ വന്ന് അന്വേഷിക്കുമോ എന്നുള്ളതല്ല, പോലീസ് ഇവിടെ വന്ന് അന്വേഷിക്കുമോ എന്നുള്ളതല്ല, പോലീസ് അവിടെയും ഇവിടെയും ഒക്കെ അന്വേഷിക്കും. അത് അതിന് ഉത്തരവാദിത്തപ്പെട്ട അങ്ങ് മാതൃഭൂമി എന്ന വലിയ നീട്ടവും കുറുക്കവും വെച്ച് പറയുമ്പോ ഇവിടെ അങ്ങനെ മാതൃഭൂമി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഒന്നിനെയും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടൊന്നുമില്ല. മാതൃഭൂമി പറഞ്ഞതിൽ തെറ്റുമില്ല. ആ പത്രത്തിൽ പറയുന്ന കാര്യം ആ കുട്ടി പറഞ്ഞു എന്നാണ്. ആ കുട്ടി പറഞ്ഞപ്പോൾ ആ പ്രശ്നമുണ്ടായി എന്നുള്ളതാണ്. ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി പറയിച്ചു എന്നുള്ളതാണ്. ഈ അങ്ങ് ഒരു വാക്കിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു മുദ്രാവാക്യം വിളിക്കുക തള്ളിപ്പറ. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. നിങ്ങളുടെ വാർത്തയെ തള്ളിപ്പറ. പെൺകുട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറ. ഞങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്താന്ന് പറ. പെൺകുട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്താന്ന് പറ. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ. പോലീസ് വന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടി പറയുന്നു എന്റെ സമ്മതമില്ലാണ്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ പിന്നെ പോലീസുകാരൻ എന്ത് ചെയ്യണം? പോലീസുകാരൻ എന്ത് ചെയ്യും പറയും? ചോദിക്കൂ, നിങ്ങളൊരു പോലീസുകാരനോട് ചോദിക്കൂ. നിങ്ങളെ വാർത്ത നിങ്ങൾ തള്ളിപ്പറയും ആദ്യം, എന്നിട്ട് എന്നോട് തർക്കിക്കും. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഒരു പെൺകുട്ടി എന്ത് സാഹചര്യത്തിൽ പോലീസിനോട് എന്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു? അല്ലെങ്കിൽ ആ വാർത്ത തെറ്റാന്ന് നിങ്ങൾ പറ, ഞാൻ പിൻവലിക്കാം. വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല. ഇവിടെ തർക്കം നടക്കുന്നില്ലല്ലോ, ഇവിടെ ഏകപക്ഷീയമായ പ്രസംഗമല്ലേ നടക്കുന്നത്. പിന്നെന്താ? അതൊന്നും വേണ്ട. അല്ല, അങ്ങ് ഈ പരിഹാസവും പുച്ഛവും ഒക്കെ കഴിയുമ്പോൾ ഒന്ന് അറിയിച്ചാൽ മതി. എന്തിനു ചൂടാവണം? എന്തിനു ചൂടാവണം? എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമല്ല. പിന്നെ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിരോധമില്ല. നിങ്ങളാ വാർത്ത കൊടുത്ത്. ദാറ്റ് ഈസ് എ ഫാക്ട്. ഇത് സത്യമാണത്. നിങ്ങളാണ് ആ വാർത്ത കൊടുത്തത്. എനിക്കറിഞ്ഞൂടാ, ഞാൻ ആ സംഭവ സ്ഥലത്തില്ലായിരുന്നു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. Is it convenient and comfortable for you? അതന്നെ. Agreed? വെറുതെ ഇതെന്താ അറിയോ, കോൺഗ്രസിന്റെ രാഷ്ട്രീയ പണി നിങ്ങളൊന്നും എടുക്കരുത്. അത് അത്ര നല്ലതല്ല. ഞങ്ങളിത് കുറെ കണ്ടതാ.
മഹാത്മാഗാന്ധിയെ കൊന്നതാണ് ഞങ്ങളാണ് 75 കൊല്ലം പറഞ്ഞു നടന്നു. അവസാനം ഗുജറാത്തിൽ ഞങ്ങൾ ജയിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇടപെടുകയാണ്. മറ്റു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അങ്ങ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം മുഴുവനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമെന്ന് ഏറെക്കുറെ എനിക്ക് ധാരണയായതിനാൽ ഞാൻ പറയുന്നു. പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത് അതിലൊരു കാര്യം. ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ വി പി ശ്രീപത്മനാഭൻ ഒരു ഇത്തിരി മര്യാദയാവാം കേട്ടോ. അങ്ങിത് നിർത്താതെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഞാനത് കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നു. മര്യാദ കമ്മിയാന്ന് കൂട്ടിക്കോളൂ. എനിക്ക് മര്യാദ കമ്മിയാണ് അങ്ങനെ കൂട്ടിക്കോളൂ. ഒരു വിരോധമില്ല. കഴിഞ്ഞുവോ? കഴിഞ്ഞിട്ടില്ല. കുറെ കഴിയുമ്പോ എല്ലാരെയും പോലെ അവരും മരിക്കും, എന്നിട്ട് കുഴിച്ചിടും. എന്താ ഈ ചർച്ചയുടെ തുടക്കത്തിൽ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതാണ്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ വി പി ശ്രീപത്മനാഭൻ ആദ്യത്തെ വാക്ക് മാതൃഭൂമി എന്ന് പറയുമ്പോൾ അദ്ദേഹം എടുത്തു പറയാൻ പോകുന്ന വാർത്ത എന്താണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. ഈ പെൺകുട്ടികളിൽ ഒരാൾ ഈ പ്രശ്നമുണ്ടായതിനു ശേഷം എന്നെ നിർബന്ധപൂർവ്വമാണ് കൊണ്ടുപോകുന്നത് എന്ന് പോലീസിന് മൊഴി നൽകിയത്രേ. പോലീസിന് മുന്നിൽ വെച്ച് അത് പറഞ്ഞു അത്രേ. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായതെന്ന് ഒരു ദേശീയ പത്രം ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയും അടക്കം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങ് വല്ല സംഗീത പരിപാടിയും അവതരിപ്പിക്കാൻ വന്നതാണോ? മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അങ്ങനെ പലതും പറയും. അതെന്റെ പലതുമൊന്നും പറയാൻ കഴിയില്ല. പലതുമൊന്നും പറയാൻ കഴിയില്ല. ഞാൻ തീരുമാനിക്കും. അങ്ങനെ പലതുമൊന്നും പറയാൻ കഴിയില്ല. ശ്രീ വി പി ശ്രീപത്മനാഭൻ ഏകപക്ഷമായ ഒരു ചർച്ചയുടെ മുഴുവൻ തുടക്കവും മൂളുക അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പറയുന്ന രീതി അല്ലെങ്കിൽ അങ്ങ് നിങ്ങളാണ് അബദ്ധം കാണിച്ചത്. നിങ്ങൾ മാതൃഭൂമിയാണ് അബദ്ധം കാണിച്ചത്. ഈ വാർത്ത എപ്പോഴും പെൻഡിങ്ങാ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. ശ്രീ വി പി ശ്രീപത്മനാഭൻ ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത ബുദ്ധിക്കുറവ് പ്രേക്ഷകർക്കില്ല. അങ്ങ് അത് മനസ്സിലാവുന്നില്ല. താങ്കൾക്ക് മനസ്സിലാവുന്നില്ല. അതാണ് കുഴപ്പം. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന കുഴപ്പം. ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ ശ്രീ വി പി ശ്രീപത്മനാഭൻ ഞാൻ എന്റെ ക്ഷമയുടെ പരമാവധി അങ്ങയോടുള്ള ബഹുമാനം കാരണം കാത്തു സൂക്ഷിക്കുകയാണ്. അങ്ങ് എന്നെ ഈ ചർച്ച മോഡറേറ്റ് ചെയ്യുന്ന എന്നെ ഒരൊറ്റ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. പ്രൊഡ്യൂസർ ഇടപെടണം കേട്ടോ. ഒരൊറ്റ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അങ്ങ് മാതൃഭൂമിയെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അത് എന്താണെന്ന് പറയാനുള്ള സമയം പോലും എനിക്ക് നൽകുന്നില്ല. ഇത് ശരിയല്ല. ഇത് തീരെ ശരിയല്ല. ഒരാളോടൊരു ബഹുമാനം കാണിക്കുക എന്നത് പരിമിതിയായി കാണരുത്. ഒരാളോട് ബഹുമാനം കാണിക്കുക. അങ്ങ് പ്രതിനിധിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗം പറയാൻ ഇത് ആദ്യത്തെ ദിവസമാണ് മാതൃഭൂമി ചർച്ച ചെയ്യുന്നത്. അങ്ങ് എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും വായിൽ നിന്ന് എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സ്ഥലം ഇതല്ല. ശ്രീ വി പി ശ്രീപത്മനാഭൻ ഒരൊറ്റ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ എന്ന് സ്വരാക്ഷരങ്ങൾ മുഴുവൻ പറയുന്നത് പ്രേക്ഷകരും ഞാനും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു രീതിയല്ല. എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ അങ്ങനെ സൗകര്യത്തിന് പറയും. ഒരു കാര്യം ബിജെപി ഓഫീസല്ല. ഇത് ബിജെപി ഓഫീസല്ല. ഞാൻ ചർച്ചയ്ക്കാണ് ആളെ വിളിച്ചത്, പ്രസംഗത്തിനല്ല എന്ന് ഞാൻ ബഹുമാന പുരസ്സരങ്ങയുടെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മനസ്സിലായി. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്കറിയണോ? ഞാൻ പോകുന്നു. ബൈ.